ഇതാണ് മാമലക്കണ്ടം അടിമാലി മൂന്നാർ റൂട്ട്. അപ്പോൾ ഈ ഒരു റൂട്ടിൽ ഒരുപാട് പേര് മാമലക്കണ്ടം വരെ വന്നിട്ട് തിരിച്ചു പോകുന്നവരുണ്ട്. അപ്പോൾ നിങ്ങൾ മൂന്നാർ ഈ വഴി പോകാൻ പറ്റുമെന്ന് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാം. എന്നാൽ അറിയില്ലാത്ത ആളുകൾക്ക് വേണ്ടി പറയുകയാണ്, നിങ്ങൾക്ക് ഈ റൂട്ട് വേണമെങ്കിൽ മൂന്നാറും പോകാനായിട്ട് പറ്റും. നമ്മുടെ ചീയപ്പാറ വെള്ളച്ചാട്ടത്തിന് മുമ്പായിട്ട് നമുക്ക് വന്നിറങ്ങാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾക്ക് മൂന്നാർ ഇങ്ങനെ ഒരു ഫോറസ്റ്റ് റൂട്ട് വഴി മൂന്നാറിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ കറൻ്റ്ലി നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൊരു റൂട്ടാണിത്. രാത്രി വരാതെ പകൽ സമയങ്ങളിലൊക്കെ വരാനായിട്ട് ശ്രദ്ധിക്കുക. ഫോറസ്റ്റ് റൂട്ടാണ്, ആനയും കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. റോഡും കാര്യങ്ങളൊക്കെ അത്യാവശ്യം കുറച്ച് മോശമാണ്. മാമലക്കണ്ടത്ത് എന്തെങ്കിലും കാണാനുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ പ്രത്യേകിച്ച് മാമലക്കണ്ടത്തൊന്നും കാണാനൊന്നുമില്ല. ഈ ഒരു ഫോറസ്റ്റ് റൂട്ടിലൂടെ ജസ്റ്റ് വണ്ടി ഓടിക്കുക, എക്സ്പീരിയൻസ് ചെയ്യുക എന്നുള്ളൂ. അത് ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും, ഇഷ്ടപ്പെടുമോ ഇല്ലയോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. മൂന്നാർക്ക് നിങ്ങൾ ആ ഒരു റൂട്ടൊക്കെ മൂന്നാർ പോയി മടുത്തു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ റൂട്ട് വരാം. ഒരു വൺ ടൈം റൂട്ടായിട്ടോ അല്ലെങ്കിൽ വീണ്ടും വീണ്ടും വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന റൂട്ടായിട്ടോ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ വരാവുന്നതുള്ളൂ. സോ ഞാൻ കൂടുതൽ ഈ ഒരു വ്ളോഗിൽ സംസാരിക്കുന്നില്ല, നമുക്ക് ബാക്കി വിഷ്വൽസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാം. ഇവിടെ പാലത്തിൻ്റെ പണി നടക്കുക. ഞങ്ങളാണെങ്കിൽ ഇവിടെ എത്തിയപ്പോൾ ചെറിയൊരു കോടയൊക്കെ കണ്ടു. കോടയൊക്കെ കണ്ടിപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് വണ്ടി നിർത്തിയതാണ്. വണ്ടി നിർത്തിയതിൻ്റെ ചോട്ടിലും വയ്യത് ഫുൾ ആനപ്പുണ്ട്. അത് മാത്രമല്ല നമ്മൾ മറ്റേ ഈ ഒരു 100 രൂപയുടെ ഈ റെയിൻകോട്ട് നമ്മളിതുപോലെ കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു പുറകിലിരുന്നപ്പോൾ മഴയില്ലാത്തതുകൊണ്ട്. നമ്മൾ കറക്റ്റ് വണ്ടി നിർത്തിയ സമയത്താണ് കണ്ടത്, കറക്റ്റ് നമ്മുടെ റിയറിലെ ഡിസ്കിൻ്റെ ഇടയ്ക്ക് കാലിപ്പറിൻ്റെ ഇടയ്ക്കയിലോട്ട് അതിൻ്റെ വള്ളി കയറി പോയിട്ടുണ്ടായിരുന്നു. കറക്റ്റ് ടൈമിൽ നമ്മൾ വണ്ടി നിർത്തി അതിങ്ങനെ എക്സ്റ്റെൻഡായി വലിഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ പ്രോപ്പറായിട്ട് നമ്മളത് കിട്ടിയോണ്ട് രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ അത് ചുറ്റി കഴിഞ്ഞാൽ വലിയ പണിയാവും. അപ്പോൾ ഇതുപോലെ മഴയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ റെയിൻകോട്ടൊക്കെ സീറ്റിൻ്റെ പുറകിലോ അല്ലെങ്കിൽ സീറ്റിൽ വെച്ചിട്ട് അതിൻ്റെ മേലെ കയറിയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ആ കാര്യങ്ങൾ മാക്സിമം അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക. റോഡ് ചാർജ് ഓഫായി പോയി, അപ്പോൾ അതുകൊണ്ട് കൂടുതൽ വിഷ്വൽസും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. മാക്സിമം സെറ്റ് ചെയ്യാനായിട്ട് നോക്കാം.